എവ്രി വൺ. ഞാൻ വളരെ ലോ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനത്ര പോരാ അങ്ങനെ വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമം വരുമ്പോൾ ഞാൻ ആലോചിക്കണ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. പലർക്കും അത് സില്ലി ആയിട്ട് തോന്നും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഈ ലോകത്ത് എന്തൊരു ചെറുതാണെന്നാണ് ഞാൻ ആലോചിക്കുക. അതെല്ലാവരും ആലോചിക്കാൻ പറയുന്ന കാര്യമാണ്. പക്ഷെ ഞാനത് ആലോചിക്കുമ്പോൾ ഞാനത് വിഷ്വലൈസും കൂടി ചെയ്യും. ഞാനിങ്ങനെ നിൽക്കണു, എന്നിട്ടൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ മേലേക്കൊരു വ്യൂ പോണത്, ഈ സാറ്റലൈറ്റ് വ്യൂ പോലെ. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അതിങ്ങനെ ഒരു മേലേക്കൊരു ക്യാമറ പോകുമ്പോൾ ഞാനിങ്ങനെ ചെറുതായി വരും. ഏറ്റവും ലാസ്റ്റ് മേലെ നിന്നൊരു വീഡിയോ എടുക്കുമ്പോൾ അതിൽ ഞാനില്ല, അത്രയും ചെറുതാണ് ഞാൻ. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത്രയും ചെറുതാണ്. അങ്ങനെ നമുക്ക് ആലോചിക്കുമ്പോൾ ചെറിയൊരു റിലീഫ് കിട്ടും. നമ്മൾ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഈ ഭൂമി തന്നെ ഒന്നുമല്ല. ഒരു ഉൽക്ക വന്ന് വീണ് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ഭൂമിയും. അല്ലെങ്കിൽ അറബിക്കടലിൽ കിടക്കുന്ന വെള്ളത്തിന് ബേ ഓഫ് ബംഗാളിലേക്ക് പോകാനായിട്ടൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അവിടെ തീരും നമ്മുടെ പ്രശ്നങ്ങളും നമ്മളും. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എത്ര സില്ലിയാണെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നുമല്ലോ, ഞാൻ എത്ര പോരാ, എൻ്റെ ഫെസിലിറ്റീസ് ഒന്നും കൊള്ളില്ല, അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ പണ്ടത്തെ രാജാക്കന്മാരെ പറ്റിയിട്ട് ആലോചിക്കും. വലിയ രാജാവാണ്, ഒരു സ്ഥലം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കണ ഏറ്റവും വലിയൊരാളാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്ന് ചൂടാവുമ്പോൾ തണുക്കാനായിട്ടൊരു AC ഇടാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഈ ആൾക്കാർ പല്ലക്കും പിടിച്ച് അതിലിരുന്ന് കുലുങ്ങി അല്ലെങ്കിൽ ഒരു കുതിരയുടെ പുറത്തിരുന്ന് കുലുങ്ങി വേണ്ടേ പോകാനായിട്ട്? നമുക്കൊക്കെ എന്തോരം ഫെസിലിറ്റീസാണ്, നമുക്ക് കാർ എടുത്ത് പോവാം. ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ രാജാക്കന്മാർ ആലോചിക്കുമ്പോൾ അവർക്ക് നടന്നിട്ട് അല്ലെങ്കിൽ ഈ ആനപ്പുറത്ത് കയറിയിട്ട് അങ്ങനെയൊക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ കയറി അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പോകാമല്ലോ. ഈ രാജാക്കന്മാർ നായാട്ടിനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ എന്താണ് തൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കൊട്ടാരത്തിൽ നടക്കണമെന്ന് അറിയണമെങ്കിൽ ഒരു ദൂത് അങ്ങോട്ട് അയക്കണം. എന്നിട്ട് അതിൻ്റെ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം കാത്തിരിക്കണം. നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ തന്നെ ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു, വിശേഷങ്ങൾ അന്വേഷിക്കുന്നു. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെക്കാളും വരെ നല്ലതല്ലേ? അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാം. അതുപോലെ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ചെറിയ പ്രാന്തം വഴികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്രദമാവട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്